ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ഡീറ്റെയിൽസിലെ പെൺകുട്ടിക്ക് തൻ്റെ പങ്കാളിയായി വരുന്ന ആൾക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും ഒരു ഗവൺമെൻറ് ജോലിയുള്ള ഒരാളായിരിക്കും, ഗവൺമെൻറ് സർവീസിലുള്ള ഒരാളായിരിക്കണം എന്ന് ആഗ്രഹമാണ്. അതല്ലാതെ വേറെ ആലോചനകൾ നോക്കാമെന്നും ഇതുവരെ ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. പ്രായം 29 ആണ്. PhD ചെയ്യുന്നു. കാണാൻ മെലിഞ്ഞിട്ടാണ്, വെളുത്തിട്ടാണ്, അത്യാവശ്യം സുന്ദരിയാണ്. അവിടെ മാതാപിതാക്കളുടെ കാര്യം എടുക്കും. വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ആ ബിസിനസ്സിൽ അച്ഛനെ സഹായിച്ചിട്ട് അമ്മയും, ഇപ്പോഴും കൂടെ അമ്മയും അച്ഛനും കൂടെ ഒക്കെ ചേർന്ന് തന്നെയാണ് അത് നടത്തിക്കൊണ്ട് വരുന്നത്. പിന്നെ സഹോദരൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ആലോചനയെ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ കാസ്റ്റ് മാറിയോ, ജാതകത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തോ പോകുന്നില്ല. കാസ്റ്റ് മാറി നോക്കുന്നുമില്ല, ജാതകത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല. ഓൾറെഡി പ്രാധാന്യമൊക്കെ കൊടുത്ത് ഇപ്പോൾ ഈ ഒരു പ്രായത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ജാതകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ ഒരുപക്ഷെ മകൾക്ക് വീണ്ടും പ്രായം കൂടി പോകും, നല്ലൊരു ആലോചന കിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കാം മാതാപിതാക്കൾ ഇപ്പോൾ ജാതകത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഗവൺമെൻറ് സർവീസിൽ ഉള്ള ഒരു ആലോചന എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക ചുറ്റുപാടും ഒക്കെയുള്ള ഒരു കുടുംബമാണിത്. താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും മെസ്സേജ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യണം. പിന്നെ ഈ വീഡിയോ കേൾക്കുന്നവർക്ക്, കാണുന്നവർക്ക്, ചിലർക്ക് അവർക്കാർക്കും ആവശ്യമില്ലാത്തവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ പരിചയത്തിലോ ബന്ധത്തിലോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഈ ഒരു വീഡിയോ അവർക്കൊന്ന് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഈ ഷെയർ ചെയ്യുന്നത് കിട്ടുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആലോചന ഓക്കെ ആയില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ വേറെ ആലോചന വരികയാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്താമല്ലോ. എനിക്കൊരു സബ്സ്ക്രൈബറെ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ആരുടെയെങ്കിലുമൊക്കെ വിവാഹങ്ങൾ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള കാര്യം. അത് വെറുതെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു മെസ്സേജോ കോളോ ചെയ്യുക. പ്രയോജനപ്പെടുത്താൻ പറ്റുമെങ്കിൽ പ്രയോജനപ്പെടുത്താൻ നോക്കുക. ഇപ്പോൾ വിളിച്ച ഉടനെ എല്ലാവർക്കും അത് ഓക്കെ ആകണമെന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഈ പറയുന്ന കണക്ക് വിദ്യാഭ്യാസം, ജാതകം, സാമ്പത്തികം, ജാതി എല്ലാത്തിനെയും പുറകെ നടക്കുന്നതല്ലേ. വിളിച്ചു നോക്കുക. ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.